ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ജർമ്മനിയിലെത്തിയിട്ട് ഇതിപ്പം മൂന്നാം ദിവസമാണ്. കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി നമ്മൾ താമസിക്കുന്ന വീടിന് തൊട്ടടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണ്, കോഫ്ലൻഡ് എന്ന് പറഞ്ഞ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇവിടെ കോഫ്ലൻഡിൽ വന്നാണ്. ഇവിടെ അഞ്ചും മഞ്ജുവും സിസ്റ്റേഴ്സ് ഇതിനകത്തുണ്ട്. ഇതെന്ത് മേടിക്കാൻ വന്നാണ് എന്നുള്ളത് പോയി നോക്കാം. ചിക്കനാണെന്നാണ് പറഞ്ഞത്. പോയി നോക്കണ്ട, ഇവിടെ നിൽപ്പുണ്ട്. കണ്ടോ, ചിക്കൻ മേടിക്കാൻ വന്ന ആളാ. നോക്ക് ഇപ്പം എന്താ മേടിക്കുന്നത് കണ്ടല്ലോ. ഏത്തക്ക പുഴുങ്ങി തിന്നാനാന്ന് തോന്നുന്നു. ഏത്തക്കൊക്കെ മേടിക്കാൻ നിൽക്കുക. കണ്ടോ, ഇത് €2, നിയർ അബൌട്ട് 10 റിയാൽ, അര കിലോ. ഇവിടെ ചിക്കൻ്റെ ഏരിയ വന്നു. പക്ഷേ ഈ ചിക്കൻ ഏതാ ഇപ്പോൾ എടുക്കേണ്ടതെന്നുള്ളത് ആകെപ്പാടെ കൺഫ്യൂഷനാണ്. ഇവിടുത്തെ ചിക്കനൊക്കെ ഒന്നൊന്നര ചിക്കനാണ്. കാലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടകത്തിൻ്റെ വലുപ്പമാണ്. എങ്ങനെയുണ്ട്? പോർക്കും പോർക്ക് സോസേജും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അങ്ങോട്ടൊന്നും നമ്മളിപ്പോൾ തൽക്കാലം നോക്കുന്നേ ഇല്ല. നമ്മൾ ചിക്കനെ മാത്രം ലക്ഷ്യമാക്കി വന്നതാണ്. ഇവിടെ കൂടുതലും ഈ മീറ്റാണുള്ളത്, അതായത് ബീഫ്. ലാമ്പ് കുറവാണ്. മൊത്തം ഇവനാണ്. കണ്ടോ, ഇവിടെ പന്നിയാണ്. കണ്ടോ, പന്നിയുണ്ട് ഇവിടെ. നമ്മൾ ഈ സെക്ഷനിൽ വന്നിട്ട് വരുന്നുമില്ല, വാങ്ങുന്നും ഇല്ലാത്തതുകൊണ്ട് കാര്യമായിട്ട് നോക്കാറില്ല ഇതൊന്നും. ഇതൊക്കെ പന്നിയാണ്. കണ്ടോ, പന്നിക്ക് വില കുറവാണ്. 14 റിയാൽ, 14 യൂറോയ്ക്ക് 3 കിലോ. 6.65 സ്റ്റേക്കിന്, പന്നിയുടെ സ്റ്റേക്കിന്. ഇതൊക്കെ ഉണ്ടല്ലോ, നാച്ചുറലും സ്റ്റില്ലെന്ന് പറഞ്ഞ് 2 ടൈപ്പ് ഓഫ് വാട്ടറാണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ ഇതെടുത്തോണ്ട് ഒരു സോഡയാണ്. സമയം ഇതാണ് നമ്മുടെ സാധാരണ പച്ചവെള്ളം. ഇവർ 2 ഒരുമിച്ച് വെച്ചേക്കും. അപ്പം നമുക്ക് അറിയില്ലെന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് എടുത്തുകൊണ്ട് പോയത് പൊട്ടിച്ച് നോക്കുമ്പോൾ സോഡയാണ്. ഇപ്പോഴും നമ്മളൊരു ജർമ്മനോട് ചോദിച്ചു ഇതെന്താണ്. അപ്പം ഇതാണെന്ന് പറഞ്ഞു, സാധാരണ വെള്ളം, ബ്ലൂ കളർ വെള്ളം. നമ്മൾ ക്യാഷ് കൗണ്ടറിലാണ് ഓരോന്നോരോന്ന് എടുക്കുന്നു. ഈ ബാഗിന് നമ്മൾ ഒരു 60 രൂപ കൊടുക്കണം, ഇന്ത്യൻ മണി. എല്ലാ പ്രാവശ്യം വരുമ്പോഴും നമ്മളിത് മേടിക്കാറുണ്ട്. സാധനം 1 by 1 ആയിട്ട് എടുത്തിടുന്നു. എന്നിട്ട് നമ്മൾ തിരികെ പോകണം. നമ്മളിവിടെ വന്നിട്ട് സുഷി ഇന്നലെ വാങ്ങിയാൽ ഇന്നും വാങ്ങി. സുഷി നല്ല അടിപൊളി സുഷി കിട്ടും. എന്നിട്ട് ഇവിടെ നിന്ന് കോഫിയൊക്കെ മേടിച്ചുകൊണ്ട് നമ്മളിപ്പം പോവാണ് വീട്ടിലോട്ട്. നമ്മുടെ വീട് ഇവിടെ തൊട്ടടുത്താണ്, സിറ്റിക്കുള്ളിൽ തന്നെയാണ്. അതായത് വൈൻഗാർഡൻ ടൗണിനുള്ളിലാണ് വീട്. എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്യണം. €1 കിടപ്പുണ്ട്. നമ്മളാ മാർക്കറ്റിൽ നിന്ന് ഈ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് ഇതാണ്ട് തൊട്ടടുത്ത വീട്, ഈ കാണുന്ന മേളിൽ കാണുന്ന വീട് സിറ്റിക്കുള്ളിൽ തന്നെ, ടൗണിനുള്ളിൽ. യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ 80% നമുക്ക് കിളവന്മാരെ മാത്രമേ കാണാൻ പറ്റൂ, 20% യങ്സ്റ്റേഴ്സിന്. ഇവിടെ ഒരു ചിക്കനുമായിട്ട് മൽപ്പിടുത്തത്തിലാണ് ചേച്ചി അനിയത്തി. ഒരു ചിക്കനെ ഇല്ലാതാക്കി, ഒരു ജർമ്മൻ ചിക്കനെ തകർത്ത് കുത്തുവാള എടുപ്പിച്ചു. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കി, നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം ഒരു 1 മണിയായി. പക്ഷേ രാവിലെ ഒരു 8 മണിയുടെ പ്രതീതിയാണ്. അത്യാവശ്യം മഴയും ചെറിയ ചാറ്റമഴയും അതുപോലെ തന്നെ നല്ല തണുപ്പുമുണ്ട്. നമ്മളിപ്പം ജസ്റ്റ് വണ്ടിയിൽ കയറിയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് എവിടെ പോകണമെന്ന്. അങ്ങനെ അവസാനം ഡിസൈഡ് ചെയ്തു നമുക്ക് നേരെ മറ്റൊരു മാർക്കറ്റിൽ പോകാം. നല്ല അടിപൊളി കാറ്റും വെതറും ചൂടും തണുപ്പും എന്നൊക്കെ കാണാൻ നമുക്കിവിടെ. നല്ല വെയിൽ കാണാം, പക്ഷേ -1 ആണ് ക്ലൈമറ്റ്. വെയിൽ ഇങ്ങനെ വരും, ഇടയ്ക്ക് വരും, പോവും. എന്നിട്ട് മഴ. ഏതാണ്ട് സമ്മിശ്രമായ ഒരു കാലാവസ്ഥയാണ്. ബ്യൂട്ടിഫുള്ളായ ഒരു പ്ലേസ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ എടേക്ക എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കറ്റുണ്ട്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 10 കിലോമീറ്ററിന് അപ്പുറമാണ് ഇപ്പം വന്നിരിക്കുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്ന ഇവിടെ, വീട്ടിലോട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആൽപ്സ് പർവ്വതനിരകളൊക്കെ കാണാം. അങ്ങ് ദൂരെ കണ്ടോ ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ.
നമ്മൾ യൂറോപ്പിൽ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചും വളരെ പെർഫെക്ഷനിലും വണ്ടി ഓടിച്ചില്ല എങ്കിൽ നമുക്ക് പണി കിട്ടും. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് മോർ ദാൻ ഒരു 15 ടൈം വന്നിരിക്കുന്നത് കൊണ്ടും ഇത്രയും നാളത്തെ വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടും ഏറെക്കുറെ അറിയാം. എങ്കിലും കൺഫ്യൂഷൻ വരും ചില സമയങ്ങളിൽ. ഇവർ ഭയങ്കരമായിട്ട് ഡീസൻ്റായിട്ട് വണ്ടി ഓടിക്കുന്നവരാണ്, ജർമ്മൻസ്, സ്വിറ്റ്സർലൻഡൊക്കെ. ഇറ്റാലിയൻസിനെ നമുക്ക് അത്രയ്ക്ക് പറയാൻ പറ്റില്ല, അവന്മാർ ചില റഫ് ഡ്രൈവും ഉണ്ട്. ഈവൻ നമ്മൾ പ്രാഗിലൊക്കെ പോകുമ്പോഴും അവന്മാരും കുറച്ച് ചെക്ക് റിപ്പബ്ലിക് അവിടെയൊക്കെ വളരെ ഒരു ഡോൺ കെയർ ടൈപ്പ് ഓഫ് ഡ്രൈവിങ്ങാണ്. പക്ഷേ ഇവിടെ ജർമ്മനിയിൽ ഭയങ്കര പെർഫെക്റ്റ് ഡ്രൈവിംഗ് ആണ്. ചിലയിടത്തൊക്കെ 30 കിലോമീറ്റർ സ്പീഡെന്ന് പറഞ്ഞാൽ 30 കിലോമീറ്റർ സ്പീഡ്. ഇവിടെ 100 കിലോമീറ്റർ സ്പീഡിനല്ല ക്യാമറ വെച്ചിരിക്കുന്നത്, ഏറ്റവും ചെറിയ സ്പീഡിൽ പോകുന്നിടത്താണ് ക്യാമറ വെച്ചിരിക്കുന്നത്. അവിടെ നിങ്ങൾ ആ ക്രിട്ടിക്കൽ ഏരിയ എന്ന് പറയുന്നത് കൂടുതൽ ജനവാസമുള്ള ഏരിയ, സ്കൂൾ സോണ്, അവിടെയൊക്കെ നിങ്ങൾ കുറച്ച് സ്പീഡ് കൂട്ടി അപ്പോഴേ ക്യാമറ അടിക്കും. കാരണം ഇപ്പോൾ ഇല പൊഴിയുന്ന ആ ഒരു സീസണാണ്, ഇല മുഴുവൻ താഴെയുണ്ട്. ഇനി അങ്ങോട്ട് കോൾഡ് വരാൻ പോവാണ്. ഇനി ക്രിസ്മസ്, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഭയാനകമായ കോൾഡായിരിക്കും. അതിൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാനേ പറ്റില്ല. അതുകൊണ്ട് ചെറിയൊരു വൈറൽ ഫീവറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എപ്പോഴും പ്രതീക്ഷിക്കാം. ഭയങ്കര രസമാണ് കാണാൻ. ഉള്ളത് എടേക്കയിലാണ്, എടേക്ക. എന്നിട്ട് സംഭവം എന്തോ പർച്ചേസ് ചെയ്യുക ഇവിടെ നമുക്ക്. ഇവർ ആ ചിക്കൻ്റെ കൗണ്ടറിൽ, മീറ്റിൻ്റെ കൗണ്ടറിൽ ചെന്നിട്ട് ഏതോ ഒരു ഇത് ചോദിച്ചു. നമ്മളവിടെ മോർത്തർദല്ല പോലത്തെ ഒരു സ്ലൈസ്ഡ് ചിക്കൻ്റെ ടൈപ്പ് കിട്ടുന്നത് ചോദിച്ചു കഴിയുമ്പോൾ അവൻ ജർമ്മനിയിൽ എന്തോ പറഞ്ഞു. അപ്പോൾ മനസ്സിലായി പോർക്കാണ്, ചിക്കൻ ഇല്ലയെന്ന്. ഒരു 80%, 100% ഇവിടെ ആൾക്കാർ പന്നിയാണ് കഴിക്കുന്നത്, യൂറോപ്യന്മാർ, പോർക്ക്. അപ്പോൾ അത് കാരണം ചിക്കനുണ്ട്, ചിക്കൻ ഇല്ലെന്നല്ല, ബീഫുണ്ട് ഇല്ലെന്നല്ല. ബട്ട് ഇവർ കഴിക്കുന്നത് കൂടുതലും പന്നിയാണ് മോസ്റ്റ്ലി. പന്നി മാംസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ചിക്കൻ പോലെ തന്നെ ഈ റെഡ് മീറ്റ് അല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ ആരോഗ്യപരമായിട്ടായിരിക്കും അവർ പന്നി മാംസം ചൂസ് ചെയ്യുന്നതിലും. മാംസത്തിനകത്ത് രക്തം നിൽക്കില്ല, മറ്റേ മീറ്റിലാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് നിൽക്കും. അപ്പം അതുകൊണ്ടായിരിക്കാം ഇവർ യൂറോപ്യന്മാർ പന്നിയാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. നമുക്ക് പന്നി കഴിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് പൊതുവേ നമ്മൾ ചിക്കൻ മാത്രമല്ലേ കഴിക്കാറുള്ളൂ, വല്ലപ്പോഴും കഴിക്കുമ്പോൾ തന്നെ. അതുകൊണ്ടാകാം നമുക്ക് ചിക്കൻ കിട്ടാമെന്നെങ്കിൽ പോലും ഒന്നും വാങ്ങാതെ. ഇവിടെ നിന്ന് എന്തൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഇവിടെ വന്ന് ക്യാഷ് കൗണ്ടറിൽ നിൽപ്പുണ്ട് രണ്ടുപേരും. എടേക്ക. ഈ സാധനങ്ങളൊക്കെ ക്ലോസ് ടു എക്സ്പയറി ആയിരിക്കും, അതാ വില കുറച്ച് വയ്ക്കുന്നത്. ഇതൊക്കെ പ്രാവിനൊക്കെ ഉള്ള ഇതും കാര്യങ്ങളും. ട്രാൻസ്ലേഷൻ നോക്കുക, ജർമ്മൻ, ഇംഗ്ലീഷ്. ഇന്നലെ ഇവിടെ കിടിലം കാറ്റായിരുന്നു, 60-70 കിലോമീറ്റർ സ്പീഡിലാണ് കാറ്റടിച്ചത്. ഇന്നലെ ഞങ്ങൾ ഒരു മാർക്കറ്റിൻ്റെ അവിടെ ചെന്നപ്പം ഇതൊക്കെ പറന്നുപോയി, ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെളി വെച്ചിരുന്നത്. നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിരുന്ന നമ്മൾ തിരിച്ച് പോവാണ്. ഇവിടെ എത്ര ഒരു 15-20 യൂറോ എന്തായി, 100 റിയാൽ. വണ്ടി ഇതാ കുപ്ര, പക്ഷെ അതിലും അടിപൊളി വണ്ടിയാണ് ഇവൻ MG, സൂപ്പർ. അങ്ങനെ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ചു. നമ്മളങ്ങനെ എടേക്കയോട് തൽക്കാലം ബൈ ബൈ പറയുകയാണ്. ബൈ ബൈ. ഞങ്ങളുടെ തണുപ്പ് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ഏരിയ മുഴുവൻ ഭയങ്കര തണുപ്പാണ്. ഈ ഏരിയയിൽ ഭയങ്കര ഐസ് വീഴുന്ന സ്ഥലമാണ്. കാല് വെക്കരുത്, കൈ വെക്കാം. കാല് വെക്കാനേ പാടില്ല. നമ്മൾ വയൻകാട്ടിലെ ടൗണിൽ കൂടെ ഇങ്ങനെ ഈവനിങ്ങിൽ കോഫിയൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്.
ശൈത്യമാണ്, നല്ല തണുപ്പ്, പക്ഷെ ഭയങ്കര രസമാണ്. കാമാൻ കൊയറ്റായിട്ട് നമുക്ക് ടൗണിനകത്തൂടെ ഇങ്ങനെ നടക്കാം. ഇതൊക്കെ ശരിക്കും കഴിഞ്ഞാൽ വണ്ടി പോകുന്ന റോഡാണ്, പക്ഷേ ഒറ്റ മനുഷ്യരില്ല, ബഹളമില്ല. അതാ വണ്ടി പോകുന്നുണ്ടോ, 1-2 വണ്ടിയൊക്കെ 10-20 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് പോകും. ഇതൊക്കെ ടൗണാണ്, ടൗണിലുള്ള സ്ഥലമാണ്. ഇതായത് കണ്ടോ, വെരി പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ വെരി പീസ്ഫുൾ, വെരി പീസ്ഫുൾ. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്ന് എന്തൊക്കെ സാധനം വാങ്ങിയായിരുന്നു. അടിപൊളി ഒരു ഷോപ്പാണ്. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്റ്റൈലിഷ് ഐറ്റംസ് ഒത്തിരി കിട്ടും, നല്ല ഒറിജിനൽ പെർഫ്യൂംസും അതും ഇതുമൊക്കെ. വിലയുണ്ട്, ജർമ്മനി അല്ലേ, നല്ല വിലയാണ്. മുള്ളർ ഇവിടുത്തെ വിസ ഓഫീസാണ്. ആദ്യം വിചാരിച്ചത് പള്ളിയാണ്, പക്ഷേ ഇത് ഇവിടുത്തെ വിസ ഓഫീസാണ്. അതിൽ സ്റ്റുഡൻസൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും വിസ അവരുടെ എക്സ്റ്റെൻഡ് ചെയ്യാനും പുതുക്കാനും ഒക്കെ അവരിവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം ആപ്ലിക്കേഷൻ. ഇവിടെ നിന്നാണ് അവരൊക്കെ വിസ കിട്ടുന്ന. വൈൻഗാർട്ടൻ്റെ ഇവിടെ ഓരോ ഇതിലും ഓരോ നിയമങ്ങളാണ്. റാവൻസ്ബർഗിലെ ഉള്ള നിയമമല്ല വൈൻഗാർട്ടൻ്റെ വിസയുടെ നിയമം. ഇവിടെ 2 വർഷത്തേക്ക് വിസയൊക്കെ അടിച്ച് കിട്ടും. വൈൻഗാർട്ടനിൽ റാവൻസ്ബർഗിലാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് അക്കൗണ്ട് കാണിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഒരു വർഷം 8 മാസം ചിലപ്പം അങ്ങനെ വ്യത്യാസമുണ്ട്. ഇവിടെ ബ്ലോക്ക് അക്കൗണ്ട് ഇല്ലെങ്കിലും വിസ അടിക്കും. അങ്ങനെ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്. നേരത്തെ ചക്കു റാവൻസ്ബർഗിലായിരുന്നു, അതുകൊണ്ടാണ് വൈൻഗാർട്ടനിലോട്ട് മാറ്റിയത്. ഈ വിസ ചട്ടങ്ങളുടെ ആ ഒരു ഇളവ് കിട്ടാൻ വേണ്ടി. പിന്നെ കോളേജ് ഇതിനടുത്താണ് വൈൻഗാർട്ടന്, പക്ഷെ ഇവിടെ ഏരിയയിൽ നമുക്ക് റൂം കിട്ടാൻ ഭയങ്കര പാടാണ്. ഇതാണ് ഇവിടുത്തെ ബസിലിക്ക. അങ്ങോട്ട് കുറച്ച് നടക്കുമ്പോൾ കാണാം ആ വലിയ ബിൽഡിങ് കണ്ടോ, അത് 2 ഗോപുരമുള്ളത്. ഇവിടെയുണ്ട് ഒരു റെസ്റ്റോറൻറ്റ്, ജാപ്പനീസ്. ഇവിടുത്തെ സുഷിയുടെ വില നമുക്ക് നോക്കിയാലോ. സുഷി നഗീരി അതിന് €5, €4.9. അതുപോലെ അത് 2 പീസേ ഉള്ളേ, €5. അപ്പം 5 നിയർ അബൌട്ട് 24 റിയാൽ. ഫ്രൈഡ് റൈസ് ഉണ്ട് ഇവിടെ. ഇത് ഫ്രൈഡ് റൈസാ. എന്താ വില കാണിക്കുന്നത്? എന്തേ വില പറ? 10.50 ഗൈസ്. ഇത് കണ്ടോ, 10.50, 60 റിയാൽ. നോട്ട് ബാഡ് ഫോർ ഹിം, ഫോർ അസ് എക്സ്പെൻസീവ്. ഈ റെസ്റ്റോറൻറ്റ് ബാഡല്ല നമുക്ക്. നീ പറഞ്ഞാൽ ഇവിടെ റെസ്റ്റോറൻറ്റ് ഭയങ്കര ലാഭമാണ്. വെട്ടിയാവും ഒരു വില എടുക്കുന്നത്, ഭയങ്കര വില. സ്റ്റോർ ഇതാണ്, അറബിക് സാധനങ്ങളും ഒക്കെ കിട്ടുന്ന ഇവിടാണ് അറബിക് സ്റ്റോർ. ഇവിടെ മട്ടനൊക്കെ കിട്ടും, ബീഫ് കണ്ടോ, ചന്ദ്രക്കലയൊക്കെ കിട്ടും, അവർ അലങ്കരിച്ചൊക്കെ ഇട്ടിരിക്കുന്നത്. മോറോർലെസ് സിറിയൻസും ലെബനീസും ഒക്കെ ആയിരിക്കും ഇവിടുത്തെ അറബിക് റെസ്റ്റോറൻറ്റുകൾ നടത്തുന്നത്. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കിട്ടുക കണ്ടോ. നടന്ന് ഇപ്പം എന്താ വേറൊരു ഈ വൈൻഗാർട്ടൻ സിറ്റിയുടെ വേറൊരു സ്ഥലത്തെത്തി. എല്ലാം ചെറിയ ചെറിയ നൈസ് ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ആയിട്ട് ബ്യൂട്ടിഫുള്ളാണ് ഇങ്ങനെ ഈവനിങ്ങിൽ നടക്കാൻ. ഇവിടെയുണ്ടൊരു പിസ്സ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്, അതുപോലെ ബർഗർ ഷോപ്സ്. ATM എടുക്കണം, ATM എടുക്കാം. അതുപോലെ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് ഉണ്ട് ഇതിൻ്റെ മേളിൽ. എൻ്റെ ലിഫ്റ്റ് ഇവിടാണ്. ഇതൊരു ചെറിയ മോള് പോലത്തെ ഒരു സംഭവമാണ്. ഞാൻ ഈ സൈഡിൽ കൂടെ നടന്നപ്പോൾ അവർ അപ്പുറത്തെ സൈഡിൽ കൂടെ നടന്നാ വരുവാണ്. ഇവിടുത്തെ യുവതലമുറകളാണ് ഇനി വരാൻ പോകുന്ന ഇവിടുത്തെ ജനറേഷൻ. സുർപോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ് ആ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ കയറിയായിരുന്നു. ഇപ്രാവശ്യം ഇനി സമയമുണ്ട്, പറ്റിയ അവിടെ പോയി ഫുഡ് കഴിക്കണം. ഫുഡൊക്കെ അടിപൊളിയാണ്. ഒരു 4 പേര് കയറി കഴിഞ്ഞാൽ നമ്മളൊരു മിനിമം ഓർഡർ എടുക്കുകയാണെങ്കിൽ €100, നിയർ അബൌട്ട് 500 റിയാലാവും. അത് 10,000 റുപ്പീസ് ഇവിടെ കയറി കഴിക്കണമെങ്കിൽ.
ജർമ്മനി പൊതുവെ വെരി എക്സ്പെൻസീവ് ആണ് ഫുഡും കാര്യങ്ങളും. പിള്ളേരൊക്കെ അവിടെ നിന്ന് നല്ല തണുപ്പ് നല്ല ബിയറൊക്കെ അടിക്കുകയാണ്. നമുക്ക് ആ പള്ളി കാണാം ഇവിടെ നിന്നാൽ അടുത്ത്. ഈ പള്ളിയിൽ എല്ലാ വർഷവും ഒരു പെരുന്നാൾ നടക്കും. ആ സമയത്ത് ജീസസിൻ്റെ ബ്ലഡൊക്കെ ആയിട്ട് കുതിരപ്പുറത്ത് ഇങ്ങനെ ഇതുവഴിയൊക്കെ കറങ്ങും. പിന്നെയും കോഫ്ലൻഡിൽ വന്നു. ഇന്ന് നമ്മുടെ കൂടെ ചക്കുണ്ട്. ചിക്കനെ പറ്റിയുള്ള ഒരു സംസാരത്തിലാണ്. ഏത് ടൈപ്പ് ഓഫ് ചിക്കൻ മേടിക്കും. നമുക്കിത് കണ്ടിട്ടൊന്നും മനസ്സിലാകാഞ്ഞിട്ട് ഇനി ടർക്കി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടോ, അതാണോ ഇതെന്താ സംഭവം, എല്ലാം ജർമ്മൻ ഭാഷ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അത് കാരണം ചക്കുവിനെ കൊണ്ടുവന്നോ. ഈ പഴം കണ്ടിട്ട് ചിക്കനാണ്. പുറ്റേൻ 1/2 കിലോയ്ക്ക് വില മോനെ 5 യൂറോ, 4.59 കണ്ടോ. 5 25 നിയർ അബൌട്ട് 23 റിയാൽ 1/2 കിലോയ്ക്ക്. അതാണ് ഇവിടുത്തെ വില. അപ്പം ചീപ്പ് അല്ല, എക്സ്പെൻസീവ് ആണ്. ഇത് ചിക്കനാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ വില 7.49 കണ്ടോ. കയറി ശരിക്കും ഒരു ബ്രെഡ് വാങ്ങാനാണ്. ഇപ്പം നോക്കിക്കോണം 3 പേരുടെയും കയ്യിൽ നിറച്ച് സാധനങ്ങളാണ്. കാര്യം ബ്രെഡ് മാത്രം മതിയല്ലോ എന്ന് വെച്ചാൽ ട്രോളി എടുത്തില്ലായിരുന്നു. ഇപ്പം എന്തൊക്കെയോ അവരെടുത്തിരിക്കുന്നു. എല്ലാവരുടെയും കൈ ധാരാളം സാധനങ്ങൾ. നോക്കാം, ഇവൻ ഇവിടെ ജോലി എടുത്താണ്. കോഫ്ലൻഡിൽ ജോലി എടുത്താണ്. ഇവർ കണ്ടോ എങ്ങനെയാണോ എടുത്തുകൊണ്ട് പോകുന്നത്. ട്രോളി ഒന്നും എടുക്കാതെ വന്നാൽ എല്ലാവരുടെ കയ്യിലും ഓരോ സാധനങ്ങളുണ്ട് നിറച്ച്. ഇന്ന് വീഴുന്നത് മദ്യക്കുപ്പികളുടെ ഇടയിലോട്ടാണ്. നോക്ക്, എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. ജോണി വാക്കർ, ബ്ലാക്ക് ലേബൽ, ബ്ലാക്ക് റൂബി ഉണ്ട്. റെഡ് ലേബലിന് 16 യൂറോ, 26 യൂറോ ബ്ലാക്ക് ലേബൽ. അത് 110 റിയാൽ. ഇതൊരു അടിപൊളി സാധനം. ഇതൊക്കെ അവർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വരുമ്പോൾ ആൾക്കാർ പൊട്ടിച്ച് കുടിച്ചിട്ട് ഇവിടെ തന്നെ 2 ഷോട്ട് അടിച്ച് വെക്കുമായിരിക്കും. ഇത് കൊക്നാക്ക് 36 യൂറോ. കള്ളിനിവിടെ വില കുറവാ. ചിലടത്ത് കോക്ടെയിൽ കേട്ടിട്ടുണ്ട്. സെക്സ് ഓൺ ദ ബീച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോക്ടെയിൽ. ഇത് സ്വിമ്മിംഗ് പൂൾ കോക്ടെയിൽ കണ്ടോ. ഇതൊക്കെ റെഡി ടു യൂസാ. എടുക്കുക, അടിക്കുക, അത്രേ ഉള്ളൂ. ആരോഗ്യത്തിന് ഹാനികരം. സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇറങ്ങുകയാണ് ഗൈസ്. ടീക്ക ഷോപ്പാണ് അപ്പോത്തിക്ക. എല്ലാം 7 മണി 8 മണി ആകുമ്പോഴത്തേക്കും അടച്ചു പോകും. ഇപ്പോൾ 7 മണി ആയിട്ടുള്ളൂ. ഓൾമോസ്റ്റ് കടകളെല്ലാം അടച്ചു. ഈവൻ റെസ്റ്റോറൻറ്റ് പോലും അടയ്ക്കും, ചില കോഫി ഷോപ്പൊക്കെ. ഹലോ, നമ്മൾ രാവിലെ കോഫ്ലൻഡിൻ്റെ മുന്നിലാണ്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ സ്റ്റുട്ട്ഗാർട്ടിൽ പോകണം. ഇന്ന് മൺഡേയാണ്, വർക്കിംഗ് ഡേ ആണ് ഇവിടെ. ചങ്കൂർ കോളേജ് ഉണ്ടാവും, പോവുക കോളേജിലോട്ട്. ഞങ്ങൾ 3 പേരുടെ രാവിലെ ഇപ്പം 8:30 മണി. ഹമ്മ വന്നു. ഹമ്മേന്ന് 9:30 പക്ഷേ 9:30 ആയെന്ന് തോന്നിക്കത്തില്ല. ഒരു 8:30 തോന്നിക്കും. അങ്ങനെ ഹമ്മ വന്നിനി. ഇപ്പോൾ കോഫിയൊക്കെ മേടിച്ചിട്ട് നേരെ സ്റ്റുട്ട്ഗാർട്ടിന് പോവാണ്. ഇവിടെ ഈ ചില്ലറയൊക്കെ മാറ്റുന്ന ഒരു മെഷീനാണ് ഇത്. ക്യാഷിൻ്റെ ഇതിൽ ഇവിടോട്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് പൈസ ഇവിടെ വരും. ചില്ലറ, നോട്ട്, അങ്ങനെ. ഇത് നമ്മളവിടെ നമ്മൾ കണ്ടിട്ടില്ല. ക്യാഷിനോട് ചേർന്ന് അത് ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി നമുക്ക് ചില്ലറ ഇവിടുന്ന് എടുക്കാം കസ്റ്റമർക്ക്. കോഫി ഇവിടെ വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ അത് കാരണം നമ്മൾ തിരിച്ചു പോവുക വേറൊരു കോഫി ഷോപ്പിലോട്ട്. അവിടെ കോഫി ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മൾ വേറൊരു കോഫി ഷോപ്പിലോട്ട് പോവുക. അവിടുത്തെ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട്. ഇവിടെ ഫ്രിക്സി വന്നു. ഇത് ഫ്രിക്സി നമ്മൾ കുടിച്ചിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് വിടാം. നമ്മുടെ ഇനിയുള്ള യാത്ര സ്റ്റുട്ട്ഗാർട്ടിലോട്ടാണ്. ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.